ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 15 ഇയേഴ്സ് എന്ന് പറയുന്ന എസ്സേ ആണ്, റിട്ടൺ ബൈ R.K. നാരായൺ. ഫസ്റ്റ് നമുക്ക് ഓതറിനെ കുറിച്ച് നോക്കാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം R.K. നാരായൺ വൺ ഓഫ് ദ പയനിയേഴ്സ് ഓഫ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് അലോങ് വിത്ത് മുൽക്ക് രാജാനന്ദ് ആൻഡ് രാജാറാവു. അപ്പോൾ ആ സമയത്ത് ട്രയോ അല്ലെങ്കിൽ മേജർ ഫിഗേഴ്സ് ഓഫ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ഇവർ 3 പേരുമായിരുന്നു. ആൻഡ് ഹി ഈസ് വൺ അമംഗ് ദം. പിന്നെ അതേപോലെ തന്നെ ഹി ഈസ് ദ ക്രിയേറ്റർ ഓഫ് മാൽഗുഡി. മാൽഗുഡി എന്ന് പറയുന്നത് ഒരു സൗത്ത് ഇന്ത്യൻ ഫിക്ഷണൽ ടൗൺ ആണ്. അദ്ദേഹത്തിൻ്റെ മിക്ക ഷോർട്ട് സ്റ്റോറീസിലും നോവൽസിലും ഒക്കെ നമുക്ക് ഈ ഈ പ്ലേസ്, ഈ ഫിക്ഷണൽ ടൗൺ, അതായത് മാൽഗുഡി കാണാൻ പറ്റും, മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹിസ് വേ ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത് എപ്പോഴും സിമ്പിളാണ്, റിയലിസ്റ്റിക് ആണ് ആൻഡ് ഹ്യൂമറസ് ആണ്. നമ്മളുടെ എവറിഡേ ഇവൻറ്റ്സും എവറിഡേ ലൈഫ്സും ഒക്കെയാണ് എപ്പോഴും വർക്ക്സിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഹ്യൂമറസ് ആയിട്ടും കുറച്ച് സറ്റയറൊക്കെ ചേർത്ത് അങ്ങനെയാണ് എഴുതുന്നത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് എന്ന് പറയുന്നത് സ്വാമി ആൻഡ് ഫ്രണ്ട്സ്, ദ ഇംഗ്ലീഷ് ടീച്ചർ, ദ ഗൈഡ്, മാൽഗുഡി ഡേയ്സ്, ഇതൊക്കെയാണ്. ആൻഡ് ഇതിൽ ദ ഗൈഡ് എന്ന വർക്കിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് അദ്ദേഹത്തിൻ്റെ മേജർ തീംസ് എന്ന് പറയുന്നത് ഇന്ത്യൻ കൾച്ചർ, ഹ്യൂമൻ റിലേഷൻഷിപ്സ്, ട്രഡീഷൻ വേഴ്സസ് മൊഡേണിറ്റി, എവറിഡേ ലൈഫ് ആൻഡ് ജെൻറ്റിൽ സറ്റർ ചേർത്തുകൊണ്ടിട്ട് ഈ തീംസൊക്കെ വെച്ചിട്ടാണ് ഓരോ വർക്ക്സും എഴുതുന്നത്. ഏതൊക്കെ തീംസ്? ഇന്ത്യൻ കൾച്ചർ, ഹ്യൂമൻ റിലേഷൻഷിപ്സ്, ട്രഡീഷൻ വേഴ്സസ് മോഡേണിറ്റി ആൻഡ് എവറിഡേ ലൈഫ്. സോ ഈ എസ്സേ നമ്മൾ 2 ലൈനിൽ ചുരുക്കി പറയുകയാണെങ്കിൽ മെയിൻലി ഇതിൻ്റെ അകത്ത് പറയുന്ന ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസും പിന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസിന് ശേഷം ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയും ബ്രിട്ടീഷും തമ്മിലുള്ള അവസ്ഥ. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കീഴടക്കാൻ നോക്കിയപ്പോൾ നമ്മൾ അവരെ തുരത്തി ഓട്ടിച്ചു. ബട്ട് അവരുടെ കുറച്ച് പ്രാക്ടീസസ് ആയിരുന്ന ലാംഗ്വേജ്, പിന്നെ അവരുടെ ചില രീതികളൊക്കെ ഇവിടെ സ്റ്റിൽ പ്രിവലൻ്റ് ആയിരുന്നു. അപ്പോൾ ഒരുപാട് ഇന്ത്യൻസ് ഇപ്പോഴും ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കുകയും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ഏറ്റവും നല്ലത് എന്ന രീതിയിലായിരുന്നു നിന്നിരുന്നത്. അപ്പോഴത്തേക്കും ഇന്ത്യയിൽ തന്നെ 2 ഗ്രൂപ്പ്സ് ഫോം ചെയ്തു. ഒരു ഗ്രൂപ്പ് നമ്മൾ എങ്ങനെയാണോ ബ്രിട്ടീഷേഴ്സിനെ ഓട്ടിച്ചത് ഇവിടെ നിന്ന്, അതേപോലെ തന്നെ അവരുടെ പ്രാക്ടീസസും അവരുടെ ലാംഗ്വേജും. ഇതിൻ്റെ അകത്ത് മെയിൻലി എസ്സേയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. സോ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പറഞ്ഞത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ബ്രിട്ടീഷേഴ്സിനെ നമ്മൾ എങ്ങനെയാണോ മാറ്റിയത് അതേപോലെ തന്നെ ഇവിടെ നിന്ന് മൊത്തത്തിൽ മാറ്റിക്കളയണം, നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കുന്നത് നിർത്തണം, അങ്ങനെ ഒരു കാര്യമായിരുന്നു. ആൻഡ് ദ സെക്കൻഡ് ഗ്രൂപ്പ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മുടെ നിത്യജീവിതത്തിൽ എസെൻഷ്യലായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ആ ലാംഗ്വേജ് സ്റ്റോപ്പ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമ്മളിപ്പം സ്കൂളിലായാലും കോളേജസിലായാലും പബ്ലിക് സ്പേസിലായാലും എല്ലായിടത്തും നമ്മളിപ്പോൾ ഇംഗ്ലീഷിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ട് മാറിയിരിക്കുന്നത്. സോ അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഈ 2 ആർഗ്യുമെൻറ്റ്സ് പറയുന്ന 2 ആൾക്കാരെയാണ് ഇതിൻ്റെ അകത്ത് മെയിൻലി കാണിക്കുന്നത്. അപ്പോൾ ഈ എസ്സേയുടെ സെറ്റിംഗ് എന്ന് പറയുന്നത് ഇമാജിനറി കോർട്ട് സീൻ വെച്ചിട്ടാണ് നമ്മളെ കാണിക്കുന്നത്. ഇതിൻ്റെ അത് 2 ക്യാരക്ടേഴ്സിൻ്റെ ഡയലോഗിലൂടെയാണ് ഈ എസ്സേ മുന്നോട്ട് പോകുന്നത്. അതിലൊരു ക്യാരക്ടർ ജഡ്ജും രണ്ടാമത്തത് നമ്മളുടെ പ്രതിയായിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജും ആയിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലിങ്ങനെ ഡയലോഗ്സ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഓരോന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് തൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അതേപോലെ തന്നെ ഈ ജഡ്ജ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദോസ് പീപ്പിൾ ഹു ഡു നോട്ട് സപ്പോർട്ട് ഇംഗ്ലീഷ് അല്ലേ. അപ്പോൾ ജഡ്ജ് പറയാണ് ഇനി നിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. അതേസമയത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് തൻ്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് എന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ്. ഈ എസ്സേ ബിഗിൻ ചെയ്യുമ്പോൾ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഹാസ് നൗ ബിക്കം എ കോൺട്രവേഴ്ഷ്യൽ ആൻഡ് എംബാരസിങ് ടോപ്പിക്. നൗ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയാണ്. അപ്പം ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു കോൺട്രവേഴ്ഷ്യൽ അല്ലെങ്കിൽ ഒരു എംബാരസിങ് ടോപ്പിക്കായിട്ട് മാറിയിരിക്കുകയാണ്. പണ്ട് ബ്രിട്ടീഷ് റൂളിൻ്റെ സമയത്ത് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ മാറ്റർ ഓഫ് സോഷ്യൽ പ്രസ്റ്റീജ്, അതേപോലെ തന്നെ പ്രൈഡ്. ഇത് രണ്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിരുന്നു. അതായത് പണ്ട് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയാവുന്നവർക്കൊരു റെസ്പെക്റ്റബിൾ പൊസിഷൻ ഉണ്ടായിരുന്നു. നല്ലതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം എന്നതുകൊണ്ട് നമുക്ക് നല്ല ജോബ് കിട്ടും എന്നൊക്കെ ഒരുപാട് സംസാരിക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തി വാസ് എക്സ്പെക്റ്റഡ് ടു നോ ഇംഗ്ലീഷ്. അങ്ങനെ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഈസി ആയിട്ട് ഗവൺമെൻറ് ജോബ്സും അയാൾക്ക് തന്നെ ആ ഒരു സൊസൈറ്റിയുടെ റെസ്പെക്റ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരുപാട് ചർച്ചയുണ്ടായിരുന്നു. അപ്പോൾ ഓതർ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഒരു ലോയർ, ഒരു വക്കീലിന് നല്ലതുപോലെ എക്സലൻറ്റ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെങ്കിൽ കോർട്ടിൽ നല്ലതുപോലെ സക്സീഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ബ്രൈഡ് ഒരു ബ്രൈഡിന് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമെങ്കിൽ ഷീ വാസ് കൺസിഡർഡ് മോർ അട്രാക്റ്റീവ് ദാൻ അതേഴ്സ് മാരേജ് പ്രപ്പോസലിൻ്റെ സമയത്തൊക്കെ. അതേപോലെ തന്നെ ഒരു ഗവൺമെൻറ് ഓഫീസർ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആണെങ്കിൽ
അദ്ദേഹത്തിന് ഈസി ആയിട്ട് ഒരു ലെറ്ററൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ പ്രൊമോഷൻസ് കിട്ടും. ആൻഡ് ഹീ വിൽ ബെനിഫിറ്റ് മോർ ദാൻ എ പേഴ്സൺ സ്പീക്കിംഗ് ഇൻ റീജിയണൽ ലാംഗ്വേജ്. റീജിയണൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മളുടെ മലയാളം തന്നെ പല രീതിയിലില്ലേ, പല ഡയലക്റ്റ് ഇല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പം ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. ആ ഗ്ലോബൽ ലാംഗ്വേജ് എല്ലാവർക്കും തന്നെ മനസ്സിലാവും. ബട്ട് അറ്റ് ദ സെയിം ടൈം മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജ് എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഒരു റീജിയണൽ ലാംഗ്വേജ് സംസാരിക്കുന്ന വ്യക്തിയെക്കാട്ടും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രൊമോഷൻ കിട്ടാനും ജോബിൽ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനും നല്ല ഈസി ആയിരിക്കും. അങ്ങനെ ഇംഗ്ലീഷ് ബിക്കെയിം എ സിംബൽ ഓഫ് എഡ്യൂക്കേഷൻ, സക്സസ് ആൻഡ് ഇൻ്റലിജൻസ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടെയും ഇൻഡിപെൻഡൻസ് ഇന്ത്യക്ക് കിട്ടിയതിന് ശേഷം ഈ ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ നല്ലതുപോലെ തന്നെ മാറി. ഇംഗ്ലീഷ് ബ്രിട്ടീഷ് റൂളേഴ്സിൻ്റെ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇന്ത്യൻസിന് ഈ ലാംഗ്വേജ് നമ്മളുടെ ഡെയിലി ലൈഫിൽ നിന്നും മാറ്റണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് ദേ വോണ്ടഡ് ടു റിപ്ലേസ് ഇറ്റ് വിത്ത് ഇന്ത്യൻ ലാംഗ്വേജസ്. അതായത് ഇപ്പോൾ കറൻ്റ്ലി ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് എന്ന ഭാഷ മാറ്റിയിട്ട് അതിനെ നമ്മളുടെ റീജിയണൽ ലാംഗ്വേജസ് വെച്ച് റിപ്ലേസ് ചെയ്യണമെന്ന് ഒരു കൂട്ടം ഇന്ത്യക്കാരെ പറഞ്ഞു. ആൻഡ് അവരുടെ ഡിമാൻഡ് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരുന്നു. കാരണം അവർ ഇമോഷൻസിന് വാല്യൂ കൊടുത്തു. നാഷണാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഇന്ത്യൻസ് ആണല്ലോ, അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇന്ത്യൻ ലാംഗ്വേജ് ഉപയോഗിക്കുന്നില്ല, നമ്മൾ എന്തിന് ഒപ്രസേഴ്സിൻ്റെ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ഓരോരോ ഇമോഷണൽ സ്റ്റാൻസ് വെച്ചിട്ടാണ് ഇവർക്ക് ഇംഗ്ലീഷിനെ റീപ്ലേസ് ചെയ്യണം എന്നൊരു ആഗ്രഹം വന്നത്. അപ്പോൾ ഇംഗ്ലീഷ് വാസ് സീൻ ആസ് എ റിമൈൻഡർ ഓഫ് കൊളോണിയൽ റൂൾ. പണ്ട് കോളനൈസേഴ്സ് നമ്മളുടെ നാട്ടിലോട്ട് വന്നപ്പോൾ അവർ നമുക്ക് ഒരുപാട് കഷ്ടതകൾ കൊണ്ടാണല്ലോ വന്നത്. അപ്പോൾ അന്ന് അവർ നേരിട്ട ഓരോരോ കഷ്ടപ്പാടുകൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു റിമൈൻഡർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിമ്പലായിട്ട് ഇംഗ്ലീഷ് ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നായിരുന്നു അവരുടെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഓദർ ആർഗ്യൂ ചെയ്യാണ് ഇംഗ്ലീഷ് അല്ല ഈ നമ്മളുടെ ഇന്ത്യയിൽ വന്ന ഡിവിഷൻസിനും ഈ സോഷ്യൽ ഇൻഇക്വാളിറ്റിക്കൊക്കെ കാരണമായിട്ട് വന്നത് എന്ന് ഓദർ വിശ്വസിക്കുന്നില്ല. ഓദർ ഈ ഐഡിയയെ ഒപ്പോസ് ചെയ്യുന്നു. കാരണം നമ്മൾ ഇമോഷണലി നമ്മൾ ഒരു കാര്യം തിങ്ക് ചെയ്യുമ്പം നമ്മൾ പ്രാക്ടിക്കാലിറ്റി അവിടെ വിട്ടുകളയാണ്. പക്ഷെ അത് ഓദർ പറയാണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് വേണം ചിന്തിക്കേണ്ടത്. ആൻഡ് നമ്മൾ ഇപ്പോൾ ഇംഗ്ലീഷ് എടുത്ത് കളഞ്ഞു എന്നുകൊണ്ട് കഴിഞ്ഞതൊന്നും മാറാൻ പോകുന്നില്ല എന്നൊരു സ്റ്റാൻഡാണ് നമ്മളുടെ ആർ കെ നാരായൺ ഉള്ളത്. ആൻഡ് നമ്മൾ മെയിൻലി നോട്ട് ചെയ്യേണ്ട ഒരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ഹ്യൂമറസ് ആൻഡ് സറ്റൈറിക്കലി ആണ് ഇതിൻ്റെ അകത്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ ഫസ്റ്റ് സെക്ഷൻ്റെ ഓവർവ്യൂ തരാണ് കേട്ടോ ഇപ്പം. സോ ടു മേക്ക് ഹിസ് പോയിന്റ് ക്ലിയർ, ഓദർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇംഗ്ലീഷിനെ പേഴ്സോണിഫൈ ചെയ്യുകയാണ്. അതായത് ഇംഗ്ലീഷിനെ ഒരു ഹ്യൂമൻ ബീങ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണ്. ഇംഗ്ലീഷ് സംസാരിക്കുന്നതുകൊണ്ട് ആൾക്കാരോട് എന്താണ് തെറ്റ്, എന്താണ് ശരി, തൻ്റെ സ്റ്റാൻഡ് എന്താണ് എന്ന് ക്ലിയർലി ഇതിൻ്റെ അകത്ത് ഈ എസ്സേയിൽ പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയുന്നുണ്ട്. ആൻഡ് ആൾക്കാർ തന്നെ റോങ്ലി അക്യൂസ് ചെയ്യുകയാണ്, താൻ നിങ്ങൾ പറയുന്ന പോലെയൊന്നും അല്ല, ലൈക്ക് ഒപ്രസേഴ്സിൻ്റെ ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞ് ഒപ്രസിങ് സൈഡിലുള്ളതല്ല എന്നൊക്കെ തൻ്റെ സ്റ്റാൻഡ് ഇംഗ്ലീഷ് ഇവിടെ ക്ലിയർ ആയിട്ട് പോയിന്റ് ചെയ്ത് സംസാരിക്കുകയാണ്. ആൻഡ് നിങ്ങൾ ഈ കൺട്രിയിലുള്ള എല്ലാവരും തന്നെ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തിട്ടുണ്ടെന്നും ആൻഡ് ഈ എസ്സേയുടെ തന്നെ സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്, ഇംഗ്ലീഷ് ഷുഡ് ബി ജഡ്ജ്ഡ് ബൈ ഇറ്റ്സ് യൂസ്ഫുൾനെസ്, നമുക്കുള്ള ഉപയോഗത്തിനെ കുറിച്ചിട്ടും വേണം മാത്രം നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നത്, അല്ലാതെ നോട്ട് ബൈ ഇറ്റ്സ് കൊളോണിയൽ ഹിസ്റ്ററി. നമ്മൾ പണ്ടത്തെ കാര്യങ്ങൾ നോക്കരുത്. ഇവിടെ നമ്മൾ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഈ പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്, ലാംഗ്വേജ് ഇപ്പോൾ ഒരു എംബാരസിങ് ആൻഡ് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സമാധാനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ലാംഗ്വേജ് എന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് അത്രമേൽ വേദന ഉണ്ടാക്കുന്ന ആയിട്ടുള്ളൊരു കാര്യമായി മാറിയിരിക്കുന്നു. എസ്പെഷ്യലി ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ആൻഡ് എന്താണ്, ഇംഗ്ലീഷിന് പണ്ട് ഒരു സമയത്ത് നല്ലതുപോലെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പം ഇംഗ്ലീഷിന് അതിൻ്റെ വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് രണ്ട് കൂട്ടം ആൾക്കാരായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. പണ്ടൊരു കാലത്ത് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ലാംഗ്വേജിന് ഇപ്പോൾ അവർക്ക് വേണ്ടാത്തൊരു അവസ്ഥയിലോട്ട് എത്തിയിരിക്കുകയാണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, നൗ എന്താണ്, ദർ വാസ് വൺസ് അപ്പോൺ എ ടൈം ഇംഗ്ലീഷ് യൂസ് ടു ബി എ മാറ്റർ ഓഫ് പ്രസ്റ്റീജ് എന്നും ആൻഡ് ഹീ സ്പീക്സ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ ഒരാളോട് നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് നീ സംസാരിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ആൾ സെവറൽ അക്കംപ്ലിഷ്മെൻറ്റ്സ് തൻ്റെ ലൈഫിൽ നേടിയിട്ടുണ്ട് എന്നതിനൊരു തുല്യമായിട്ടുള്ള കാര്യമായിരുന്നു. ഇതിനകത്ത് എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ബ്രൈഡിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ്, വാൾട്ടർ സ്കോട്ടിൻ്റെയും അതേപോലെ തന്നെ ചാൾസ് ഡിക്കൻസിൻ്റെയൊക്കെ വർക്ക്സ് വായിച്ചിട്ടുള്ളതും ലെറ്റേഴ്സ് എഴുതാൻ അറിയാവുന്ന ആയിട്ടുള്ളൊരു ബ്രൈഡിന് എല്ലാം താൻ നേടി എന്നതിന് തുല്യമാണെന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്, ഒരു മാരേജ് പ്രപ്പോസലിൻ്റെ അവസ്ഥയിലൊക്കെ വരുമ്പം. ആൻഡ് എംപ്ലോയ്മെൻറ്റ്, ജോലിയുടെ കാര്യത്തിൽ പോലും ഒരു യങ് മാൻ, ഇംഗ്ലീഷിൽ എന്താണ് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു യങ് മാൻ എല്ലാ കാര്യവും നേടിയെടുത്തു. ആൻഡ് അദ്ദേഹത്തിന് റീജിയണൽ ലാംഗ്വേജസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരെക്കാട്ടും ഒരു ഹയർ പൊസിഷൻ തൻ്റെ ലൈഫിൽ കിട്ടും. ഇൻ ടേംസ് ഓഫ് ജോബാണ് കിട്ടുമെന്നാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് വേറെ ഒരു പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇഫ് ഐ ഹാഡ് ഓൺലി നൗ ലേൺഡ് ഇംഗ്ലീഷ് ഐ വുഡ് ഹാവ് കോൺകേർഡ് ദ വേൾഡ്. ലോകം മൊത്തം കീഴടക്കിയതുപോലെയാണ് എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയാം എന്നതുകൊണ്ട് ചിലവർ ക്ലെയിം ചെയ്തിരുന്നത് പണ്ട്.
ആൻഡ് എന്താണ് ഇത് പണ്ടത്തെ ഒരു കാര്യമാണെന്ന് ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഹൗവർ ഡ്യൂ ടു വേരിയസ് റീസൺസ് പ്രാക്ടിക്കൽ പൊളിറ്റിക്കൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളാൽ സം പീപ്പിൾ എന്ത് ചെയ്തു ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് അബോളിഷൻ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജ് നേഷനിലെ ഡിവിഷൻസും അതുപോലെ തന്നെ ഒരുപാട് ഇന്നിക്വാളിറ്റീസ് കൊണ്ടുവന്നു എന്നായിരുന്നു ഒരുപാട് ആൾക്കാർ ക്ലെയിം ചെയ്തിരുന്നത്. ആൻഡ് അത് വ്യക്തമാക്കാൻ വേണ്ടി തന്നെ ഒരു ഇമാജിനറി കോർട്ട് റൂം ഇതിൻ്റെ അകത്ത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഇംഗ്ലീഷിൻ്റെ അടുത്ത് ജഡ്ജ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, യു ആർ ദ ലാംഗ്വേജ് ഓഫ് അവർ ഒപ്രസേഴ്സ്. ഇറ്റ് ഈസ് ത്രൂ യു ദാറ്റ് അവർ നേഷൻ വാസ് എൻസ്ലേവ്ഡ് ആൻഡ് ഇറ്റ് ഈസ് ഓൺലി ത്രൂ യു ദാറ്റ് ദ പീപ്പിൾ വെർ ഡിവൈഡഡ് സോ ദാറ്റ് ദോസ് ഹു വെർ മാസ്റ്റേഴ്സ് ഓഫ് ഇംഗ്ലീഷ് കുഡ് റൂൾ അതേഴ്സ് ഹു ഡിഡ്ന്റ് നോ ദ ലാംഗ്വേജ്. സോ ഇതായിരുന്നു ഇതിൻ്റെ അകത്ത് മെയിൻലി പറഞ്ഞിരുന്നത്. അതായത് ഈ ലാംഗ്വേജ് വെച്ചിട്ടാണ് തൻ്റെ നാട്ടിലെ ആൾക്കാരെ സ്ലേവ് ആക്കിയിരുന്നതൊന്നും, പിന്നെ അതേപോലെ തന്നെ ഈ ലാംഗ്വേജാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായതും. ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾ ഇന്ത്യയിൽ തന്നെ മാസ്റ്ററായിട്ട് റൂൾ ചെയ്തിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു എന്നതൊക്കെ ഇതിൻ്റെ അകത്ത് ജഡ്ജ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഇംഗ്ലീഷും ഈ ജഡ്ജും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇംഗ്ലീഷിനെ പ്രതിയായിട്ട് വെച്ചിട്ട് തൻ്റെ തന്നെ കേസിന് വാദിക്കുന്ന ഒരു ആളായിട്ടും ഇംഗ്ലീഷിനെ ഇതിൻ്റെ അകത്ത് പോർട്രേ ചെയ്യുന്നുണ്ട്. സോ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, ജഡ്ജ് ഇങ്ങനെ പറയുന്നുണ്ട്, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ലാംഗ്വേജ് ആണ്, പക്ഷേ ഇത് ബിലോങ് ചെയ്യുന്നത് ഫോമർ റൂളേഴ്സ് ആയിട്ടുള്ള ബ്രിട്ടീഷേഴ്സിനാണ്. സോ അതുകൊണ്ട് തന്നെ ഈ കൺട്രി ലീവ് ചെയ്യണമെന്ന് ഇംഗ്ലീഷിനോട് ജഡ്ജ് പറയുകയാണ്. അപ്പോൾ ഇംഗ്ലീഷ് പൊളൈറ്റ്ലി തിരിച്ച് ചോദിക്കുന്നു, ഞാൻ എവിടെ പോകാനാ, വേർ ഷോൾ ഐ ഗോ? അപ്പോൾ ജഡ്ജ് റിപ്ലൈ ചെയ്യുന്നു, നിന്റെ തന്നെ കൺട്രിയിലോട്ട് തിരിച്ചു പോകാൻ. അപ്പോൾ ഇംഗ്ലീഷ് ആൻസർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ തൻ്റെയും രാജ്യമായി മാറിയിരിക്കുന്നു ആൻഡ് ഇറ്റ് ഹാസ് ലിവ്ഡ് ഇൻ ഇന്ത്യ ഫോർ ജനറേഷൻസ് ആൻഡ് അതുകൊണ്ട് തന്നെ സിംപ്ലി ഇവിടെ വിട്ട് പോകാൻ പറ്റൂല. ആൻഡ് സ്കൂൾസിൽ തൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസേജ് നിർത്തിയേക്കാം, പക്ഷേ ഇംഗ്ലീഷിനെ സ്റ്റിൽ നിങ്ങൾക്ക് ബുക്സിലും ലിറ്ററേച്ചറിലും സയൻസിലും ബിസിനസ്സിലും കമ്മ്യൂണിക്കേഷനിലും ഒക്കെ കാണാൻ പറ്റും. ദോ അവർ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിലും ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് ഈ കാര്യങ്ങളിലൊക്കെ കാണാൻ പറ്റും. ആൻഡ് അതിൻ്റെ ബ്യൂട്ടി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷേക്സ്പിയറിൻ്റെ തന്നെ ഒരു കൊട്ടേഷൻ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ജഡ്ജ് പറയുന്നുണ്ട്, നീ എന്നെ ഇത്രയും ഗ്ലാമറസ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് ഫ്ലാറ്റർ ചെയ്യാൻ നോക്കണ്ട, നടക്കൂല എന്ന്. ലൈക്ക് ഇതൊരു സറ്ററിക്കലി പറയാണ് കേട്ടോ. ആൻഡ് ദ കൊട്ടേഷൻ റിമൈൻസ് റീഡേഴ്സ് ദാറ്റ് ഇംഗ്ലീഷ് ഹാസ് പ്രൊഡ്യൂസ് സം ഓഫ് ദ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് ലിറ്ററേച്ചർ. ആൻഡ് ഇതിൽ ജഡ്ജ് ഇംഗ്ലീഷ് പറയുന്നത് കേൾക്കാൻ റെഫ്യൂസ് ചെയ്യുകയാണ്. ആൻഡ് ഇനി ഇതേപോലത്തെ കൊട്ടേഷൻസ് ഒന്നും പറയരുത് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഈ ഇംഗ്ലീഷിൻ്റെ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാകും ദാറ്റ് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് ഹൈലി റിച്ച് ആണ് എന്നുള്ളൊരു കാര്യം. ആൻഡ് ഇതിൻ്റെ അകത്ത് മെയിൻലി പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് അങ്ങോട്ട് ചോദിക്കുകയാണ്, ആർഗ്യൂ ചെയ്യുകയാണ്, അണ്ടർ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതിന് റൈറ്റ് ഓൺ ഇറ്റ് ഹാസ് ദ റൈറ്റ് ടു നോ വൈ ഇറ്റ് ഈസ് ബീങ് എക്സ്പെൽഡ്. എന്തിനാണ് തന്നെ ഇവിടെ വിട്ട് പോകാൻ പറയുന്നത് എന്നതിൻ്റെ റീസൺ അറിയാൻ അതിന് ഒരു അവകാശം ഉണ്ടെന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. അപ്പോൾ ജഡ്ജ് തിരിച്ച് ആൻസർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കോൺസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള റൈറ്റ്സ് ഒക്കെ ഇംഗ്ലീഷിന് അപ്ലൈ ചെയ്യൂല, കാരണം ഇംഗ്ലീഷ് ഇസ് നോട്ട് ആൻ ഇന്ത്യൻ. ആൻഡ് ഓദർ ഈ കോൺവെർസേഷനൊക്കെ സറ്റേറിക്കലിയാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇതേപോലെ തന്നെ ഈ ആർഗ്യുമെന്റ്സ് അഗെയിൻസ്റ്റ് ഇംഗ്ലീഷ് ആർ ഓഫൻ ഇമോഷണൽ ആയിട്ടുള്ള കാര്യമാണ് റാദർ ദാൻ ലോജിക്കൽ. പ്രാക്ടിക്കലി ഇതൊന്നും ലോജിക്കൽ അല്ല. സത്യം പറഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും ലോജിക്കൽ അല്ല, ഇമോഷണലി ആണ് തിങ്ക് ചെയ്യുന്നത് ആൾക്കാർ. അപ്പോൾ ഈ കോർട്ട് റൂം റിപ്രസെൻറ്റ്സ് ദ നാഷണൽ ഡിബേറ്റ് അബൌട്ട് വെദർ ഇംഗ്ലീഷ് ഷുഡ് റിമെയിൻ ഇൻ ഇന്ത്യ ഓർ നോട്ട്. സോ ലൈൻ ബൈ ലൈനായിട്ട് സെക്കൻഡ് സെക്ഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഇംഗ്ലീഷ് ജഡ്ജിൻ്റെ അടുത്ത് പറയാണ്, യു സ്പീക്ക് വെരി ഗുഡ് ഇംഗ്ലീഷ്, നീ നല്ലതുപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. ആൻഡ് അപ്പോൾ ജഡ്ജ് തിരിച്ച് പറയാണ്, ഇതൊന്നും കേട്ട് ഞാൻ ഫ്ലാറ്റർ ആവാൻ പോകുന്നില്ല, നിൻ്റെ സോപ്പിടലിലൊന്നും ഞാൻ വീഴാൻ പോകുന്നില്ല. ആൻഡ് ഞങ്ങളെല്ലാവരും ഇംഗ്ലീഷ് നല്ല മാസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് നല്ലതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം, പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഇസ് എ ലാംഗ്വേജ് ഓഫ് അവർ പൊളിറ്റിക്കൽ ഒപ്രസേഴ്സ് എന്ന് ജഡ്ജ് പറയുകയാണ്. ആൻഡ് ആ പൊളിറ്റിക്കൽ ഒപ്രസേഴ്സിൻ്റെ ലാംഗ്വേജ് ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് ജഡ്ജ് പറയുന്നു. സോ പ്ലീസ് ഇവിടെ വിട്ട് പോകണമെന്ന് ഇംഗ്ലീഷിനോട് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇംഗ്ലീഷ് ചോദിക്കുകയാണ്, ഞാൻ എവിടെ പോകണം? അപ്പോൾ ജഡ്ജ് തിരിച്ചു പറയുന്നത്, ടു യുവർ ഓൺ കൺട്രി ആൻഡ് ഐ ആം അഫ്രൈഡ് ദിസ് ഈസ് മൈ കൺട്രി എന്ന് ഇംഗ്ലീഷ് പറയുകയാണ്. ആൻഡ് ഇംഗ്ലീഷ് പറയാണ്, നിങ്ങൾ എനിക്ക് ഏത് സ്റ്റേറ്റസ് തന്നാലും, അതായത് ഫസ്റ്റ് ലാംഗ്വേജ് എന്നോ സെക്കൻഡ് ലാംഗ്വേജ് എന്നോ തേർഡ് ലാംഗ്വേജ് എന്നോ ഈവൻ 1000th ലാംഗ്വേജ് എന്ന സ്റ്റേറ്റസ് തന്നാൽ പോലും ഞാനിവിടെ സ്റ്റേ ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് എന്നെ ക്ലാസ് റൂംസിൽ നിന്ന് ബാനിഷ് ചെയ്യാൻ പറ്റും, പക്ഷേ ഞാൻ ബാക്കി പല സ്ഥലങ്ങളിൽ എന്നെ കാണാൻ പറ്റും. ലൈക്ക് ദ ടെക്സ്റ്റ് ബുക്സ്, നോട്ട് ബുക്സ്, അതിലൊക്കെ ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ക്ലാസ് റൂമിൽ നിന്ന് മാറ്റുന്നതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഞാൻ അവിടെയും ഇവിടെയായിട്ട് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ആൻഡ് അതിനുശേഷം ഫുൾ മെനി എ ഗ്ലോറിയസ് മോർണിംഗ് ഹാവ് ഐ സീൻ, ഇത് ഷേക്സ്പിയറിൻ്റെ ലൈൻസ് ആണ്. സോ ആ 3 ലൈൻസ് പറയാണ്. അപ്പോൾ ഇതൊരു ബ്യൂട്ടിഫുൾ ഷേക്സ്പിയർ പാസേജ് പറഞ്ഞപ്പോൾ ജഡ്ജ് തിരിച്ച് പറയാണ്, പ്ലീസ് ലിറ്ററേച്ചറിലെ വേർഡ്സ് ഒന്നും നീ ഇവിടെ യൂസ് ചെയ്യേണ്ട എന്ന് പറയുകയാണ്. അപ്പം ഇതിനു വേണ്ടിയിട്ട് ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്ത് ഇത്രയും എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാൻ എന്ന് ഇംഗ്ലീഷ് ജഡ്ജിനോട് ചോദിച്ചു. ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ട്, വൈ യു ആർ ത്രോയിങ് മീ ഔട്ട് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിലാണ്. അപ്പം ഇത് നിനക്ക് അപ്ലൈ ആവില്ല, കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇന്ത്യൻ അല്ലല്ലോ എന്ന് ജഡ്ജ് തിരിച്ച് പറയുകയാണ്.
അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൻ്റെ റിപ്ലൈ ആണ്. ഇംഗ്ലീഷ് നല്ലൊരു സ്ട്രോങ് ഡിഫെൻസീവ് റിപ്ലൈ ആണ് കൊടുക്കുന്നത്. ഇംഗ്ലീഷ് പറയാണ് ഐ ആം മോർ ഇന്ത്യൻ ദാൻ യു ക്യാൻ എവർ ബി. ഞാൻ നിങ്ങളെക്കാട്ടും വലിയ ഇന്ത്യൻ ആണ് എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് ഇംഗ്ലീഷ് പിന്നെ അസേർട്ട് ചെയ്യാണ് താൻ ഇന്ത്യയിൽ 200ഓളം വർഷങ്ങളോളം ജീവിച്ചിട്ടുണ്ട്, 200 ഇയേഴ്സോളം ലിവ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ നിങ്ങളെക്കാട്ടും ഡീപ്ലി റൂട്ടഡ് ആണ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ഇംഗ്ലീഷ് ഹാസ് ബിക്കം എ പാർട്ട് ഓഫ് ഇന്ത്യാസ് എഡ്യൂക്കേഷണൽ സിസ്റ്റം, ലിറ്ററേച്ചർ, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൾച്ചർ. എന്നിട്ട് ജഡ്ജ് കണ്ടിന്യൂ ചെയ്യാണ് എന്താണ് ഇംഗ്ലീഷിനെ അക്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓഫ് ബീങ് ദ ലാംഗ്വേജ് ഓഫ് ഇംപീരിയലിസം ആൻഡ് കൊളോണിയൽ ഒപ്രഷൻ. വീണ്ടും ജഡ്ജ് പറഞ്ഞ പോയിന്റ് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇംഗ്ലീഷ് റിപ്ലൈ ചെയ്യാണ് ഒരു ലാംഗ്വേജും നാച്ചുറലി ഗുഡുമല്ല ബാഡുമല്ല. എന്നിട്ട് പറയാണ് എല്ലാ ലാംഗ്വേജും ക്യാൻ എക്സ്പ്രസ് ട്രൂത്ത്, ബ്യൂട്ടി, കൈൻഡ്നസ്, ഹേറ്റ്രഡ് ഓർ വയലൻസ്. അല്ലാതെ ഒരു ഭാഷയെ നമ്മൾ ഒരിക്കലും ബ്ലെയിം ചെയ്യരുത് ഫോർ ദ ആക്ഷൻസ് ഓഫ് ദോസ് ഹു വൺസ് യൂസ്ഡ് ഇറ്റ്. അതായത് ബ്രിട്ടീഷേഴ്സ് മിസ്യൂസ് ചെയ്തു എന്ന രീതിയിൽ ആണ് ഇവിടെ പറയുന്നത്. ലൈക്ക് ഇതിൻ്റെ അകത്ത് എന്താണ്, ആരാണോ ഒരു ഭാഷ ഉപയോഗിച്ചത് ആ രീതി വെച്ചിട്ട് ഒരു ലാംഗ്വേജിനെ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കരുത്, ആ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഒരു ലാംഗ്വേജിനെ മനസ്സിലാക്കരുത് എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. ഇതൊരു സ്ട്രോങ് റിപ്ലൈ തന്നെയാണ് നമ്മളുടെ ജഡ്ജിൻ്റെ ആ ഒരു ക്വസ്റ്റ്യന്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇംഗ്ലീഷ് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് തരുന്നത്. ഒരു റൈറ്റർ ഉണ്ടായിരുന്നു, ആ റൈറ്റർ തൻ്റെ വർക്ക്സിനെ ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പോൾ ഒരുപാട് ക്രിട്ടീക്സ് ഈ ട്രാൻസ്ലേഷനെ ഡിസഗ്രി ചെയ്തു. കാരണം എന്താണ്, ഇതിൻ്റെ അകത്ത് ഒരുപാട് ഉറുദു വേർഡ്സും സാൻസ്ക്രിറ്റ് വേർഡ്സും കണ്ടെയ്ൻ ചെയ്യുന്നു എന്നാണ് ആ ക്രിട്ടീക്സ് പറഞ്ഞത്. ആൻഡ് ഇറ്റ് ഇസ് റൈറ്റ്. ആൻഡ് എല്ലാവർക്കും ഈ ഉറുദുവും സാൻസ്ക്രിറ്റും ഹിന്ദിയും ഒക്കെ അറിയണമെന്നില്ലല്ലോ. സോ സ്വാഭാവികമായിട്ടും എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ റൈറ്റർ ഈ വർക്ക് അബാൻഡൻ ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഈ എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ഇംഗ്ലീഷിനെ വേറൊരു ഇന്ത്യൻ ലാംഗ്വേജായിട്ട് റിപ്ലേസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ടാസ്ക് ആണ്. കാരണം എന്താണ്, ഇന്ത്യൻ ലാംഗ്വേജ് ഈസ് നോട്ട് സിമ്പിൾ ബിക്കോസ് ഇന്ത്യ ഈസ് ലിംഗ്വിസ്റ്റിക്കലി ഡൈവേഴ്സ്. പിന്നീട് ഇംഗ്ലീഷ് പറയുകയാണ് ഇറ്റ് ഹാസ് ഫെയ്ത്ത്ഫുള്ളി സെർവ്ഡ് ഗോഡസ് സരസ്വതി. സരസ്വതി എന്ന് പറയുന്ന ആരാണ്, ഹിന്ദു ഗോഡസ് ഓഫ് ലേണിംഗ് ആൻഡ് വിസ്ഡം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഹാസ് ബിക്കം എ മീഡിയം ഫോർ സ്പ്രെഡിങ് എഡ്യൂക്കേഷൻ ആൻഡ് നോളജ് ഇൻ ഇന്ത്യ. ഫൈനലി ഇംഗ്ലീഷ് റിക്വസ്റ്റ് ചെയ്യുകയാണ് താൻ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തോട്ടെ എന്നൊക്കെ. അപ്പോൾ 15 years ഫ്രം വാട്ട് ടൈം എന്ന് പറയുന്നൊരു ലൈൻ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്പെക്ടേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദാറ്റ് ഹിന്ദി വുഡ് റിപ്ലേസ് ഇംഗ്ലീഷ് ആഫ്റ്റർ 15 years. 15 വർഷങ്ങൾക്ക് ശേഷം ഹിന്ദി ഇംഗ്ലീഷിനെ റിപ്ലേസ് ചെയ്യും എന്നൊരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എക്സ്പെക്ടേഷനാണ് 15 years എന്നുകൊണ്ട് ലാസ്റ്റ് ആ വരിയിൽ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇംഗ്ലീഷ് ക്ലിയർലി ചോദിക്കുകയാണ് ആഫ്റ്റർ എന്താണ് ആസ്ക് വെൻ ദോസ് 15 years should actually begin because the deadline keeps getting extended due to the continued need for English. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എന്താണ്, അത്രയും ഇമ്പോർട്ടൻറ്റ് ആൻഡ് എസെൻഷ്യൽ ആൻഡ് നീഡഡ് ആയിട്ടുള്ള കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡെഡ് ലൈൻ എക്സ്റ്റെൻഡ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. 15 എന്ന് പറയുന്ന ഈ ഡെഡ് ലൈൻ. അപ്പം ഈ ഡെഡ് ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടിരുന്ന സ്വാഭാവികമായിട്ട് ഇംഗ്ലീഷ് നമുക്ക് ഒരിക്കലും റിപ്ലേസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇംഗ്ലീഷ് എങ്ങനെ ചോദിച്ചപ്പോൾ എന്താണ്, വെൻ ദോസ് 15 years ഷുഡ് ആക്ച്വലി ബിഗിൻ, എപ്പോഴാണ് ശരിക്കും തുടങ്ങുന്നത് ഈ 15 years എന്ന് പറയുന്നത്. അപ്പോൾ ജഡ്ജിനൊരു ഉത്തരവും ഇല്ലായിരുന്നു. കൺഫ്യൂസ്ഡ് ആൻഡ് ഡിഫീറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് നമ്മളുടെ ജഡ്ജ് എന്ന് പറയുന്ന ആരുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ്, ഓഫ് ദ പീപ്പിൾ ഹു ഒപ്രസ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. എന്നിട്ട് ഹി എൻഡ്സ് ദ ട്രയൽ വിതൗട്ട് ഗിവിംഗ് എ ഫൈനൽ ജഡ്ജ്മെന്റ് ഒന്നും കൊടുക്കുന്നില്ല. അതായത് ഇവിടെ ഒരു ഓപ്പൺ എൻഡിംഗ് ആണ് കൊടുക്കുന്നത്. സോ ദിസ് എൻഡിംഗ് സജസ്റ്റ് ദാറ്റ് ഇംഗ്ലീഷ് cannot realistically be removed from India because it has become an essential part of modern Indian life. സോ ഒന്ന് ക്വിക്കായിട്ട് ഈ തേർഡ് പേജ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അത് ഇംഗ്ലീഷിൻ്റെ സ്ട്രോങ് റിപ്ലൈ പറയുകയാണ്. ഇംഗ്ലീഷ് പറയാണ് ഞാൻ നിങ്ങളെക്കാട്ടുമൊക്കെ വലിയ ഇന്ത്യനാണ്. കാരണം ഇംഗ്ലീഷ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ജഡ്ജുമായിട്ടാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ജഡ്ജിന് പ്രോബ്ലി ഒരു 50-60 കൂടിപ്പോയാൽ 70-70 വയസ്സെങ്കിലും കാണും. ബട്ട് ഇംഗ്ലീഷ് ഇവിടെ ജനറേഷൻസ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. താൻ 200 വർഷങ്ങളോളം ഇവിടെ തന്നെ ഉണ്ട് എന്ന് ഇംഗ്ലീഷ് പറയുകയാണ്. പിന്നീട് ജഡ്ജ് പറയാണ് ക്വിറ്റ് ഇന്ത്യ എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ്, ഇംഗ്ലീഷ്മെന്റിനെ മാത്രം പോകാനല്ല, ഇംഗ്ലീഷ്മെന്റിന് മാത്രം അപ്ലൈ ആയിട്ടുള്ള കാര്യമല്ല ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്നത്. ആൻഡ് ആ ഇംഗ്ലീഷ് ലാംഗ്വേജിനെയും മാറ്റണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. നിന്നെ ഇനി ഞങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ ഇംഗ്ലീഷിനോട് ജഡ്ജി പറയാണ്. അപ്പോൾ എന്താണ്, യു ആർ ദ ലാംഗ്വേജ് ഓഫ് ദ ഇമ്പീരിയലിസ്റ്റ്, ദ റെഡ് ടൈപ്പിസ്റ്റ്, ഡയബോളിക്കൽ ലീഗലിസ്റ്റ് ലാംഗ്വേജ്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുകയാണ്. അപ്പം എന്താണ്, ഇംഗ്ലീഷ് ഐ എം സോറി, ഈ കാര്യങ്ങളൊന്നും താൻ എഗ്രി ചെയ്യുന്നില്ല എന്ന രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുകയാണ്. കാരണം ലാംഗ്വേജ് എന്തിനു വേണ്ടിയിട്ടാണ്, മീനിങ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഏത് ലാംഗ്വേജും ഗുഡും ബാഡും ആണെന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. ആൻഡ് ഇതിൻ്റെ എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ആ ട്രാൻസ്ലേഷൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞായിരുന്നു. സാൻസ്ക്രിറ്റ് വേർഡ്സും അതേപോലെ തന്നെ ഉറുദു വേർഡ്സും ഒരുപാട് ആ ഹിന്ദി ട്രാൻസ്ലേഷനിലുള്ളത് കൊണ്ട് തന്നെ അത് ഡിസ്റിഗാർഡ് ചെയ്തു. അങ്ങനെയൊക്കെ ഒരുപാട് സംസാരിച്ചു. ആൻഡ് ഈ കാര്യങ്ങളൊന്നും നീ നോക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ കാര്യമാണെന്ന് ജഡ്ജ് തിരിച്ചു പറഞ്ഞപ്പോൾ നമ്മളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് തിരിച്ച് പറയുകയാണ് ഐ ആം എ ഡിവോട്ടി ഓഫ് ഗോഡസ് സരസ്വതി എന്ന് പറയുകയാണ്. അപ്പം ഇതൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ ജഡ്ജി ലാസ്റ്റ് പറയാണ് എന്താണ്, ഇതെല്ലാം കഴിഞ്ഞു, നീ ഇനി സാരി ഉടുത്ത് ഒരു കുങ്കുമൊക്കെ ഫോർഹെഡിൽ വെച്ച് വന്നാലും
എന്താണ് നീ പുറത്തുനിന്ന് വന്നതായിട്ട് ഞങ്ങൾ കാണത്തുള്ളൂ. അതുപോലെ തന്നെ ഇനി അറ്റ്മോസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് നിനക്ക് തരാൻ പറ്റുന്ന ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 15 years ആണ്. അപ്പോൾ ഇംഗ്ലീഷ് തിരിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് 15 years ഫ്രം വാട്ട് ടൈം, ഏത് സമയം തൊട്ടുള്ള 15 years. അപ്പോൾ അതാണ് സെൻട്രൽ ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ആയിട്ട് വരുന്ന ഒരു പോയിന്റ് നമ്മളുടെ ഇംഗ്ലീഷ് വെക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഓരോ ആൻസറും സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ അദ്ദേഹം ഇംഗ്ലീഷ് സ്ട്രോങ് ആയിട്ട് തൻ്റെ പോയിന്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ആൻഡ് ഇതേപോലെ തന്നെ എന്താണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ 15 years ഫ്രം വാട്ട് ടൈം എന്ന് ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ ജഡ്ജിന് കൺഫ്യൂസ്ഡ് ആയി. ആൻഡ് ജഡ്ജിന് ഉത്തരം മുട്ടിയപ്പോൾ ജഡ്ജ് പറയാണ് ഐ വിൽ നോട്ട് അലോ എനി മോർ ഡിസ്കഷൻ ഓൺ ദി സബ്ജക്റ്റ് ആൻഡ് റോസ് ഫോർ ദ ഡേ. നമുക്ക് ഇവിടെ വെച്ച് നിർത്താം, ഇനി ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് ജഡ്ജ് ഉത്തരം മുട്ടിയപ്പോൾ ഹി ഡിഫീറ്റഡ്. അക്സെപ്റ്റഡ് ഡിഫീറ്റ് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ സംഭവം ഡിഫീറ്റഡ് നമുക്ക് പറയാമല്ലോ. ലൈക്ക് അദ്ദേഹത്തിന് ഒരു ക്ലിയർ റെസ്പോൺസ് ഉണ്ടായിരുന്നെങ്കിൽ ഹി വുഡ് കണ്ടിന്യൂ ടു ആർഗ്യൂ. ബട്ട് അദ്ദേഹത്തിന് ഒരു പോയിന്റും ഇല്ല എന്താണ് പറയേണ്ടത് എന്താണ് പറയേണ്ടാത്തത് എന്നൊക്കെ. അദ്ദേഹം തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. ആൻഡ് ഇവിടെ വെച്ച് തന്നെയാണ് എസ്സേ എൻഡ് ചെയ്യുന്നത്. ഇതൊരു ഈസി ആയിട്ടുള്ള എസ്സേ ആണ്. ഇതിൻ്റെ തീംസ് നമുക്ക് നോക്കാം. തീംസ് എന്ന് പറയുമ്പോൾ എന്താണ് മേജറായിട്ട് നമ്മൾ ആദ്യമേ പറഞ്ഞു സ്റ്റേറ്റസ് ഓഫ് ഇംഗ്ലീഷ് ആഫ്റ്റർ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, പിന്നെ കൊളോണിയൽ ലെഗസി ആൻഡ് നാഷണൽ ഐഡൻറ്റിറ്റി, പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ്, ലാംഗ്വേജ് ആൻഡ് പൊളിറ്റിക്സ്, satire on emotional language debates, multilingual nature of India, English as a language of education, literature, science and global communication. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓതറിൻ്റെ സെൻട്രൽ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ദ ഓതർ ആർഗ്യൂസ് ദാറ്റ് ഇംഗ്ലീഷ് ഷുഡ് നോട്ട് ബി റിജക്റ്റഡ് സിംപ്ലി ബിക്കോസ് ഇറ്റ് വാസ് വൺസ് ദ ലാംഗ്വേജ് ഓഫ് ബ്രിട്ടീഷ് റൂളേഴ്സ്. ഓവർ ടൈം ഇറ്റ് ഹാസ് ബിക്കം ആൻ ഇൻറ്റഗ്രൽ part of Indian society, helping in education, employment, literature, administration and international communication. Instead of treating English as a foreign enemy, India should recognize its practical value while also respecting and promoting its own regional languages. അതായത് ഇതിൻ്റെ അകത്ത് ഓതർ ഒരു ലാംഗ്വേജിനെയും ഒപ്പോസ് ചെയ്യുന്നില്ല, റീജിയണൽ ലാംഗ്വേജസ് കൊള്ളൂല എന്നൊന്നും പറയുന്നില്ല കേട്ടോ. ലൈക്ക് ഹീസ് ജസ്റ്റ് സ്റ്റേറ്റ് ചെയ്യുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇമോഷണൽ ഇത് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒരു ലാംഗ്വേജിനെ വിലയിരുത്താൻ പാടില്ല എന്നൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് വെക്കുന്നത്. അല്ലാതെ ഒരു ലാംഗ്വേജിനെയും ഡിമീൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒന്നും കൊള്ളൂല എന്നൊന്നും പറയുന്നില്ല. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. എല്ലാ ലാംഗ്വേജിനും എക്സ്പ്രസ് ചെയ്യാൻ തോട്ട്സും ഇമോഷൻസും മീനിങ്ങും കൺവേ ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ട് എന്ന് തന്നെയാണ് ഓതർ പറയുന്നത്. പിന്നെ ഇതൊക്കെ ജഡ്ജിൻ്റെയും പിന്നെ ഇംഗ്ലീഷിൻ്റെയും ആ ഒരു ഡയലോഗ് എക്സ്ചേഞ്ച് ഉണ്ടല്ലോ, അത് ഹ്യൂമറസ് ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അതാണ് ആർ കെ നാരായണൻ്റെ സ്റ്റൈൽ.